നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5.4 ഗ്രാം കൊക്കൈൻ പിടികൂടി. എടവണ്ണ ആയിന്തൂർ സ്വദേശി മണ്ണിൽ കടവൻ അൻഫാസാണ് പിടിയിലായത്. പുലിമുണ്ട നഗറിലെ അഖിലയ എന്ന കുട്ടി മരണപ്പെട്ടതിനെ തുടർന്ന് കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. നിറം നിലമ്പൂർ, കോഴിക്കോട് മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ചിത്രശില്പ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ നിലമ്പൂർ കനോലി പ്ലോട്ടിലാണ് പരിപാടി നടക്കുക. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ കർക്കടക വാവ് ബലിതർപ്പണത്തിനായി വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 2 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കേരള നിയമസഭാ ഹോസ്റ്റലിൽ ആര്യടൻ മുഹമ്മദിന്റെ മുറിയിൽ പിൻഗാമിയായി മകൻ ഷൗക്കത്തിന് ചരിത്ര നിയോഗം. കോൺഗ്രസിലെ രാഷ്ട്രീയ ചാണക്യൻ ആര്യടൻ മുഹമ്മദ് ഉപയോഗിച്ചിരുന്ന ചന്ദ്രഗിരി ബ്ലോക്കിലെ 204 നമ്പർ മുറിയാണ് ഷൗക്കത്തിന് ലഭിച്ചത്. വാർത്തകൾ വിശദമായി. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5.4 ഗ്രാം കൊക്കൈൻ പിടികൂടി. എടവണ ആയിന്തൂർ സ്വദേശി മണ്ണിൽ കടവൻ അൻഫാസാണ് പിടിയിലായത്. കോഴിക്കോട് മുക്കത്ത് വെച്ച് 20 ഗ്രാം മയക്കുമരുന്നായ കൊക്കൈനുമായി ഇയാളെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുക്കം പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് എസ്ഐ പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ അൻഫാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബെഡിനടിയിൽ സൂക്ഷിച്ച നിലയിൽ 5.4 ഗ്രാം കൊക്കൈൻ കൂടി കണ്ടെടുത്തു. എടവണ്ണ പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തു. തുടരന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. ASI CT സാബിറ, SCPO സക്കീർ അലി, CPO വിഘ്നേഷ് സി, ഡാൻസ് എഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി, നിബിൻ ദാസ് ടി എന്നിവരടങ്ങിയ സംഘമാണ് തുടരന്വേഷണം നടത്തുന്നത്. പുലിമുണ്ട നഗറിലെ അഖിലയ എന്ന കുട്ടി മരണപ്പെട്ടതിനെ തുടർന്ന് കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. നഗറിലെ 32 പേരെ പരിശോധിക്കുകയും പനിബാധിതരായ 2 പേരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് തുടർ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. ഭക്ഷണത്തിലൂടെയും പകരുന്ന ഷിഗല്ല, മഞ്ഞപ്പിത്തം, മറ്റ് വയറിളക്ക രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടത്തി. അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ബ്രിജിത്ത് KVRന്റെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ആരോഗ്യ പ്രവർത്തകരായ അഞ്ജു PD, ആതിര PV, സോണിയ, കൊച്ചുറാണി, PP സന്തോഷ്, അജിത്, ആശാപ്രവർത്തകരായ രേഷ്മ, ദിവ്യ എന്നിവർ പങ്കെടുത്തു. കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ്, മെമ്പർമാരായ മുണ്ടോടൻ സലീം, രഹ്ന, അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ, ICDS സൂപ്പർവൈസർ രജനി, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെട്ട ടീം പ്രദേശത്തെ വീടുകൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. നിറം നിലമ്പൂർ, കോഴിക്കോട് മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിത്രശില്പ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ നിലമ്പൂർ കനോലി പ്ലോട്ടിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂരിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് ഇതിന് സംഭവം ഉണ്ടാക്കുന്നത്. അതായത് നിലമ്പൂരിൽ കുറേ കലാകാരന്മാരുണ്ട്. പക്ഷേ ഈ കലാകാരന്മാർക്ക് അറിയപ്പെടാനും അവരുടെ പെയിന്റിങ്സുകൾ വിൽക്കാനും പ്രദർശിപ്പിക്കാനും ഒരു അവസരം കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിലെ എല്ലാ കലാകാരന്മാരെയും മാക്സിമം ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് ശില്പികളും നാടകം, മ്യൂസിക് എല്ലാ കലാകാരന്മാരും ഒന്നിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു സംഘടന രൂപീകരിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ശില്പ പെയിൻറ്റിങ് പ്രദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അടുത്ത ഈ മാസം 28-ാം തീയതി, 28, 29, 30 തീയതികളിൽ നിലമ്പൂർ കനോലി കോട്ടിൽ വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഴിക്കോടത്തെ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പെയിൻറ്റിങ് മത്സരം കുട്ടികൾക്ക്, അതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മയക്കുമരുന്നിൻ്റെ ഇതിൻ്റെയൊക്കെ ലഹരി ഒഴിവാക്കിയിട്ട് കല ഒരു ലഹരിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കല കൊണ്ട് മാത്രമേ നാടിനെ രക്ഷിക്കാനും യുവതലമുറയെ സംരക്ഷിക്കാനും പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരുടെയും എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളിലേക്കും ഈ കല ഒരു ലഹരിയാക്കി മാറ്റാൻ വേണ്ടി
എല്ലാവരും ഒരുമിച്ച് കൂട്ടത്തുകയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രദർശനം ആർട്ട് കുട്ടികളുടെ പെയിന്റിംഗ് മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രദേശത്തെ കലാകാരന്മാരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ച് വിൽക്കുവാനും അവസരമൊരുക്കുകയാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തമാക്കുക, യുവാക്കളെ കലയിലേക്ക് ആകൃഷ്ടരാക്കുക എന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 28 മുതൽ 30 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രദർശനം നടക്കുക. പരിപാടിയുടെ ഉദ്ഘാടനം ആര്യാടൻ ഷൗക്കത്ത് MLA നിർവഹിക്കും. ലഹരി വിരുദ്ധ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും മുഖ്യ പ്രഭാഷണം നിലമ്പൂർ നോർത്ത് DFOP ധനേഷ് കുമാർ IAS നിർവഹിക്കും. പ്രദർശനത്തോടനുബന്ധിച്ച് നാടിന്റെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കും. വിദ്യാർത്ഥികൾക്കായി KG മുതൽ ഹൈസ്കൂൾ തലം വരെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ലൈഫ് ആർട്ട് ഡെമോൺസ്ട്രേഷൻ, ക്ലേ മോഡലിംഗ്, കാരിക്കേച്ചർ പെയിന്റിംഗ് വർക്ക്ഷോപ്പുകൾ എന്നിവയും നടക്കും. കുടുംബങ്ങൾക്ക് ആസ്വദിക്കുവാനായി വൈകുന്നേരങ്ങളിൽ സംഗീത പരിപാടികൾ, വീണ, വയലിൻ കച്ചേരികൾ എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ ഹരിദാസ് കൂട്ടത്തി, രാമചന്ദ്രൻ മാസ്റ്റർ, സുശീലൻ നടുവത്ത്, രതീഷ് വല്ലപ്പുഴ എന്നിവർ പങ്കെടുത്തു. മത്സരങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കുമായി 9030578478 9744687688 9946737311 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നാമാബുഹുന്ത ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തർപ്പണത്തിനായി വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 2 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളാണ് ഭക്തർക്കായി ക്ഷേത്രത്തിലും പരിസരത്തും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് 15 കർമ്മികളാണ്. വാവുബലി രസീതുകളുടെ വിതരണം ചൊവ്വാഴ്ച ഉച്ച മുതൽ തന്നെ പ്രത്യേക കൗണ്ടറുകൾ വഴി ആരംഭിച്ചിരുന്നു. ദേവസ്വം കൗണ്ടറിന് പുറമെ ഗാന്ധി സ്മാരകത്തിന് സമീപവും പടിഞ്ഞാറെ ആൽത്തറ ഭാഗത്തുമാണ് പ്രത്യേകം കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത്. മഴയും വെയിലും ഏൽക്കാതിരിക്കുവാൻ ക്ഷേത്ര കവാടം മുതൽ പടിഞ്ഞാറ് വരെ പന്തൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ചൊവ്വാഴ്ച രാത്രിയോടെ തന്നെ തിരുനാവായയിൽ എത്തിയത്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണവും കോയമ്പത്തൂർ ഭക്തരുടെ വക സൗജന്യ പ്രഭാത ഭക്ഷണവും ഭക്തർക്കായി നൽകി. തിരൂർ DYSP AM സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള 300ഓളം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു. കൂടാതെ പോലീസ്, ഫയർഫോഴ്സ്, സേവാഭാരതി, ദേവസ്വം വളണ്ടിയർമാർ, ആരോഗ്യ പ്രവർത്തകർ, വൈദ്യുതി ജീവനക്കാർ, മുങ്ങൽ വിദഗ്ധർ എന്നിവരുടെ സേവനവും ലഭ്യമായി. KSRTC വിവിധ ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സർവീസുകളും ഏർപ്പെടുത്തിയിരുന്നു. കേരള നിയമസഭാ ഹോസ്റ്റലിൽ ആര്യാടൻ മുഹമ്മദിന്റെ മുറിയിൽ പിൻഗാമിയായി മകൻ ഷൗക്കത്തിന് ചരിത്ര നിയോഗം. കോൺഗ്രസിലെ രാഷ്ട്രീയ ചാണക്യൻ ആര്യാടൻ മുഹമ്മദ് ഉപയോഗിച്ചിരുന്ന ചന്ദ്രഗിരി ബ്ലോക്കിലെ 204 നമ്പർ മുറിയിലാണ് ഷൗക്കത്തിന് ലഭിച്ചത്. 34 വർഷം നിലമ്പൂരിന്റെ MLA ആയിരുന്ന ആര്യാടൻ 2006 മുതൽ 11 വരെ ഉപയോഗിച്ചിരുന്ന മുറിയായിരുന്നു ഇത്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആര്യാടന്റെ 204 മുറിയായിരുന്നു പ്രതിപക്ഷ തന്ത്രങ്ങൾ പിറക്കുന്ന വാർ റൂം. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ ചർച്ചകൾക്കായി ആര്യാടന്റെ മുറിയിലാണ് ഒത്തുകൂടാറ്. MLA ഹോസ്റ്റലിൽ ആര്യാടന്റെ അടുത്ത മുറിയിലായിരുന്നു അന്ന് KC വേണുഗോപാൽ. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായതോടെ MLA ഹോസ്റ്റലിനോട് വിട പറഞ്ഞ് ആര്യാടൻ മന്ത്രിമന്ദിരമായി മൻമോഹൻ ബംഗ്ലാവിലേക്ക് മാറി. പകരക്കാരനായി 204 എത്തിയത് പേരാവൂർ MLA സണ്ണി ജോസഫ് ആയിരുന്നു. 2025 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കന്നി MLA ആയി എത്തിയപ്പോൾ ഷൗക്കത്തിന് നില ബ്ലോക്കിലെ 56 മുറിയായിരുന്നു ലഭിച്ചത്. ഇത്തവണ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലെ റെക്കോർഡ് ഭൂരിപക്ഷമായ 54,851 വോട്ടിന്റെ തിലക്കവുമായാണ് ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തിയത്. രണ്ടാം ഊഴത്തിൽ നിയമസഭാ ഹോസ്റ്റലിലെ ആര്യാടന്റെ മുറി ലഭിക്കുമോ എന്നാണ് ഷൗക്കത്ത് തിരക്കിയത്. സണ്ണി ജോസഫ് മന്ത്രിയായി ക്ലിഫ് ഹൌസിന് സമീപത്തെ അശോകയിലേക്ക് മാറിയതോടെയാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഷൗക്കത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ചന്ദ്രഗിരിയിലെ ആര്യാടന്റെ മുറി അനുവദിച്ചത്. വൈകാരികമായി അടുപ്പമുള്ള മുറിയാണ് ഇതെന്ന് ഷൗക്കത്ത് പറഞ്ഞു. ഇവിടേക്ക് കടക്കുമ്പോൾ ചാരുകസേരയിൽ ബനിയനിട്ടിരുന്ന് പുസ്തകം വായിച്ച് കുറിപ്പുകൾ എഴുതുന്ന പിതാവിന്റെ മുഖമാണ് മനസ്സിൽ തെളിയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരുളായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. CPIM ഏരിയ സെക്രട്ടറി K മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം ഉടൻ അനുവദിക്കുക, സ്ത്രീ സുരക്ഷാ പദ്ധതി പുനഃസ്ഥാപിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുക,
വാർദ്ധക്യകാല പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹാരിസ് പനോലൻ, പി ബാലകൃഷ്ണൻ, ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ, സിദ്ദിഖ് വടക്കൻ, ഷുഹൈബ് മൈലമ്പാറ, രവീന്ദ്രൻ വെള്ളങ്കാട്ട് എന്നിവർ സംസാരിച്ചു. കെ സന്തോഷ്, പി അബ്ദുൽ മജീദ്, കെ പി അബ്ദുറഹ്മാൻ, ടി സൈനുദ്ദീൻ, കെ എൻ ചന്ദ്രൻ, പി സലീം, സന്തോഷ് ബാബു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. നിലമ്പൂർ ഉപജില്ലാ കേരള സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഉപജില്ലാതല ചെസ് മത്സരങ്ങൾക്ക് മമ്പാട MES ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. MES HSS മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി EP ഉബൈദുള്ള മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ AEO ജേക്കബ് സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഉപജില്ലാ സെക്രട്ടറി തോമസ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് നാസർ VT, പ്രിൻസിപ്പൽ E ഉണ്ണി മുഹമ്മദ്, ഹെഡ്മാസ്റ്റർ യാസർ K, സ്റ്റാഫ് സെക്രട്ടറി AP മുജീബ് റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു. കൺവീനർ അബ്ദുൽ മുനീർ M നന്ദി പറഞ്ഞു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കായിക പ്രതിഭകൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നു. പൂക്കോട്ടുംപാടം ഹോം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഓണസദ്യയും ആഘോഷവും ഒരുക്കി. സ്പെഷ്യൽ സ്കൂളിലെ കുരുന്നുകൾക്ക് പൊന്നോണത്തിന്റെ സന്തോഷവും സ്നേഹവും പകർന്നു നൽകി നിലമ്പൂർ സ്നേഹഭവൻ ട്രസ്റ്റ്. പരിപാടിയുടെ ഉദ്ഘാടനം നിലമ്പൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വിനോദ് മയ്യന്താനി നിർവഹിച്ചു. സ്കൂളിലെ 40ഓളം വരുന്ന കുട്ടികൾക്കായി വിപുലമായ ഓണസദ്യയും വർണ്ണാഭമായ ആഘോഷ പരിപാടികളുമാണ് ട്രസ്റ്റ് ഒരുക്കിയത്. നിലമ്പൂർ സ്നേഹഭവൻ ട്രസ്റ്റ് ചെയർമാൻ സമീർ പുളിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുന്ദരമായ ഓണപ്പൂക്കളത്തോടെ ആരംഭിച്ച ആഘോഷത്തിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓണപ്പാട്ടുകളും ഉന്മേഷഭരിതമായ നൃത്തച്ചുവടുകളുമായി കുട്ടികൾ ആഘോഷം അവിസ്മരണീയമാക്കി. ചടങ്ങിനൊടുവിൽ കുട്ടികൾക്കും അധ്യാപകർക്കും സ്നേഹനിർഭരമായ ഓണസദ്യയും വിളമ്പി. ചടങ്ങിൽ സ്നേഹഭവൻ ട്രസ്റ്റിന്റെ ഭാരവാഹികളായ മുഹമ്മദ് അൽഹറുദ്ദീൻ, സഫീർ P, യാസർ അറഫാത്ത്, പ്രദേശവാസികളായ റഫീഖ്, പ്രവീൺ, ഷിബു, ഹോം സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.